അതിഥി കൂടെ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് അല്ലേ? ആരാത്? നിങ്ങൾക്ക് വേണ്ടി എത്രയധികം സിനിമകളിൽ എത്തി അടിപൊളി വേഷങ്ങൾ ചെയ്ത് നിങ്ങൾ നെഞ്ചിലേറ്റിയ ആ ഹാസ്യ താരം ഇപ്പോൾ നിരവധി സൂപ്പർ ഡൂപ്പർ കഥാപാത്രങ്ങളിൽ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കല്ലറക്കാരെ നേരിട്ട് കണ്ട് ആശംസകൾ അർപ്പിക്കാനായി ലെറ്റ്സ് വെൽക്കം സുരാജ് വെഞ്ഞാറമൂട്. കല്ലറക്കാർ ചേട്ടനെ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടുത്തെ നാട്ടുകാരോട് പറയാനുള്ളത്? നല്ല കുഴപ്പം തന്നെ അല്ലേ? കല്ലറയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, നാട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും തല്ല അവൻ്റെ മുടക്കുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയല്ല. അണ്ണാ സുഖങ്ങളൊക്കെ തന്നല്ല. വെള്ളങ്ങളൊക്കെ കുടിച്ചിട്ട് എന്നെ വന്നിരിക്കണേ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ജോബി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ എന്നെ കൂടി ഉൾപ്പെടുത്താൻ മനസ്സ് കാണിച്ചതിന് അതിയായ സന്തോഷം. ശരിക്കും ജോബിയും ഞാനും ആദ്യമായിട്ട് കാണുന്നത് ലണ്ടനിൽ വെച്ചാണ്. ലാലേട്ടൻ്റെ പ്രോഗ്രാമിന് പോയപ്പോഴാണ്. അവിടെ ലാലേട്ടൻ്റെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തത് മിസ്റ്റർ ജോബിയാണ്. അപ്പം അങ്ങനെ ഒരു പരിചയമുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് മമ്മൂക്കാടെയൊക്കെ വലിയ അടുത്ത ആളാണ്. അപ്പോൾ മമ്മൂക്കയുടെ ആളാകുമ്പോൾ എന്തായാലും എന്നെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. സുരാജ് മിമിക്രിയിൽ നിന്ന് വന്ന ആർട്ടിസ്റ്റാണ് അല്ലേ? അതെ. സുരാജ് മിമിക്രിയിൽ നിന്ന് വരുമ്പോൾ രാജമാണിക്യം എന്ന ചിത്രത്തില് മമ്മൂക്കാക്ക് വേണ്ടിയിട്ട് ട്രിവാൻഡ്രം സ്ലാങ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് സുരാജാണെന്ന് മമ്മൂക്ക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക ഇവിടെ എത്തി മമ്മൂക്കയുടെ ഒറിജിനൽ സൗണ്ടും പിന്നെ മമ്മൂക്ക രാജമാണിക്യത്തിൽ ചെയ്ത രണ്ട് ആ വ്യത്യസ്തമായിട്ടൊന്ന് ശബ്ദമൊന്നും ചെയ്യുന്നു. എനിക്ക് മമ്മൂക്ക ഒറിജിനലായിട്ട് വന്നെങ്കിൽ പിന്നെ അത് പോരെ. തള്ള കലിപ്പുകൾ തീരണില്ലല്ല. മിക്കവാറും ഒരു വരവ് കൂടി വരേണ്ടി വരും. ഇനി അല്ലാതെ രീതിയിൽ ആ ചന്തു വടക്കൻ ചന്തുവിൻ്റെ അത് ആ സംഭവം നിങ്ങൾക്ക് അറിയാം. എന്നാലും ഒന്നുകൂടി ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊന്മണം കൊടുത്തവൻ ചന്തു. മാറ്റം തിരിവ് ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. വേറെ കാര്യമുണ്ട് സുരാജ്. അല്ല, ഇനി ഞാൻ വേറെ കൂടി പറഞ്ഞോട്ടെ. മമ്മൂക്കയുടെ ഇപ്പൊ 2 സംഭവം പറഞ്ഞു. ഇനി മമ്മൂക്ക അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ ഒരു ചിത്രം ഇപ്പൊ റിലീസായി. ഏതാ? കിങ് ആൻഡ് കമ്മീഷണർ. യെസ്. അതിൽ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്കറിയാം, ഒരുപാട് അർത്ഥങ്ങൾ എനിക്കറിയാം. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. അതെന്താ നിങ്ങളൊരു വൃത്തിയായിട്ട ചിരിയിരിക്കും? അപ്പൊ അതില ഇംഗ്ലീഷ് വേറൊന്നുമല്ല. ഈ സ്റ്റീൽ പാത്രം എടുത്ത് തറയിട്ട് കഴിഞ്ഞാൽ ഏതെല്ലാം വകുപ്പിൽ തെറിച്ച് പോകും. അതാണ് മമ്മൂക്കയുടെ ഇംഗ്ലീഷ്. പിന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് പറയണമെങ്കിൽ പൃഥ്വിരാജ് തന്നെ വരണം. ഇവിടെ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇംഗ്ലീഷ് അതിഗംഭീരമായിട്ട് മമ്മൂക്ക ഉച്ചരിക്കും. ദാ കേട്ടോ, സ്റ്റീൽ പാത്രം എടുത്ത് തറയിട്ട് അവസാനം പറയുന്ന ഡയലോഗ് അത് എനിക്ക് മനസ്സിലാവില്ല. അതാ അതാവണമടാ ജോബി. ഇനി ഞാൻ വേറെ കാണിച്ചോട്ടെ. ഈ നരേന്ദ്രപ്രസാദിന്റെ ശബ്ദം കൃത്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ കാണിക്കുന്നത് കണ്ടിരുന്ന സുരാജാണ്. ഇതിപ്പോ എന്റെ പരിപാടിയായി മാറുമെന്നോ? ഒന്നുമല്ല, ചുമ്മാ നമുക്ക് നമ്മുടെ നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ശരി. 16 കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പുഴുമണ്ണുമാര് കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറന്ന് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കടിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂര നിലംപൊത്തട്ടെ. ആയുഷ്മാൻ ഭവ. വേറെ കാണിച്ചു കിട്ടെ. ഇപ്പൊ സൂപ്പർ സ്റ്റാർസിന്റെ ശബ്ദം മാത്രമല്ല സുരാജ് സാധാരണ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന സുരാജിന്റെ കൂടെ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ കൊച്ചു പ്രേമേട്ടന്റെ ശബ്ദം സുരാജ് പലപ്പോഴും കൊച്ചു പ്രേമേട്ടന്റെ കൂടെ സംസാരിച്ചിട്ട് അദ്ദേഹത്തെ പോലും അമ്പരപ്പിച്ചിട്ട് ചിരിപ്പിച്ചിട്ട് ഉള്ള സംഭവം എനിക്കറിയാം. കൊച്ചു പ്രേമേട്ടൻ എങ്ങനെ സംസാരിക്കും? സാധാരണ പുള്ളി പറയുന്നത് താല്പര്യമില്ലാത്ത രീതിയിൽ എന്ത് വേണോ പറഞ്ഞു കഴിയാം. ഈ ലൊക്കേഷനിലൊക്കെ വെച്ച് ചേട്ടാ നല്ല ബിരിയാണി ഉണ്ട്,
നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന് കേട്ടല്ലോ. അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമേട്ടനാവും. പക്ഷേ ആ പട്ടി കൊണ്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല കേട്ടോ. ഇവിടെ പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ മുണ്ട് പറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് സുരാജേ, ഇപ്പോ സിനിമാ താരങ്ങളുടെ ശബ്ദം മാത്രമല്ല, മമ്മൂക്ക് ഇവിടെ വന്നു, പക്ഷെ ലാലേട്ടൻ വന്നില്ല. പക്ഷെ ലാലേട്ടൻ വന്നിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും സംസാരിക്കുക? കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ വെള്ളാരം കല്ലുകൾ ഒഴുകുന്ന ഒരു വേനൽ കോളിയാർ രചിച്ചു. മിയ ഡാൻസിന്റെ കോളിയാർ, ഖരാനകളുടെ കോളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ധ്രുവതിൻ്റെ വിറയാർന്ന വേദന കേൾക്കാൻ, ചെവി കൊടുക്കാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മുടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ. സബ്നോं की जिंदगी कभी नहीं खत्म हो जाती. വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ ഹിന്ദി കറക്റ്റായിട്ട് എങ്ങനെ പഠിച്ചു? കാസറ്റ് ഇട്ട് കാണാൻ പഠിച്ചു. മോഹൻലാല് നമ്മൾ കണ്ടു, പക്ഷേ ലാലേട്ടന്റെ പേരുള്ള ഒരാള്, ഒരു സംവിധായകൻ മലയാള സിനിമയിലുണ്ട്. അപ്പൊ ഒരിക്കൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, മുല്ല എന്ന ചിത്രത്തില് അതിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് ശ്രീ ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകന്റെ ശബ്ദം എടുത്തിട്ട് ലൊക്കേഷനിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് സുരാജ്. അന്ന് ഒരു ട്രെയിൻ അത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നതിന് മുമ്പ് ലാൽ ജോസ് അനൗൺസ് ചെയ്താൽ മാത്രം ട്രെയിൻ വരാൻ പറ്റുള്ളൂ. പക്ഷെ ലാൽ ജോസിന്റെ ശബ്ദത്തിൽ ട്രെയിൻ വരാൻ അനൗൺസ് ചെയ്ത് അന്ന് പ്രശ്നം സൃഷ്ടിച്ച ആളാണ് സുരാജ്. പക്ഷെ ലാൽ ജോസിന്റെ ശബ്ദം ഒന്ന് നമുക്ക് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങൾക്ക് ഞാൻ ജന്മം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മിസ്റ്റർ ജോബി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എത്തി. ഇവിടെയുള്ള കല്ലറയുള്ള എല്ലാ ആൾക്കാരെയും കാണാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ സിനിമകൾ കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. ഇനി അടുത്ത ജോബി ചേട്ടന്റെ ശബ്ദം പറയോ. ഓക്കെ, ഇത്രേ പറ്റുള്ളൂ. അതെ, ഇനിയിപ്പോൾ അടുത്ത് ഒരു സിനിമ ദിലീപേട്ടനെ വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. മലയാളികൾക്ക് എന്നും അത് മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു ഗംഭീര സിനിമയായി മാറും, യാതൊരു സംശയവുമില്ല. നിങ്ങൾ അതിനുവേണ്ടി നാദർശക്ക് നല്ലൊരു കൈയടി കൊടുത്തു. താങ്ക് യു സുരാജ്. ഇവിടെ നമുക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് മെയ്യും മനസ്സും സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട കലാകാരനാണ് സുരാജ്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് താരങ്ങളുണ്ടെങ്കിലും ജാടയില്ലാതെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ശ്രീ സുരാജിന് ഇന്ന് ഇവിടെ എത്തിയതിന് നമ്മൾ ഈ കല്ലറക്കാരെ എല്ലാവരും ചേർന്ന് ഒരു അംഗീകാരം നൽകുന്നു. ഞാൻ വേറെ കാര്യം ചോദിച്ചിട്ട്, സുരാജ് എന്ന് പറയുന്ന നടൻ മിമിക്രിയിൽ നിന്ന് വന്നതാണ്. ഇവിടെ മിമിക്രി ആർട്ടിസ്റ്റുകളിൽ നിന്നും സിനിമാ വേദിയിലെത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ജയറാം ആണ് ആദ്യം നായകനായി എത്തിയത്, പിന്നെ കലാഭവൻ മണി, ദിലീപ്, അങ്ങനെ തുടങ്ങി. ഇന്ന് സുരാജ് വെഞ്ഞാറമൂട്, സലീം കുമാർ, മലയാള സിനിമയിൽ ജയസൂര്യ, എല്ലാം മിമിക്രിയിൽ നിന്നെത്തിയ താരങ്ങളാണ്. പക്ഷെ വന്ന വഴി മറക്കില്ല എന്ന് പറയുന്നത് പോലെ സുരാജ് ഇതുപോലുള്ളൊരു വേദി ചെയ്യുമ്പോൾ സുരാജിൽ നിന്നും ഒരു മിമിക്രി സ്കിറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇല്ലേ? ശരിയല്ലേ? വേണ്ടേ? അത് സ്കിറ്റായിട്ടല്ല സംഭവം. ഞാനൊരു പരിപാടി കണ്ടപ്പോൾ, അതായത് TV-യിൽ എനിക്ക് തോന്നുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടെങ്കിൽ കൂടി എന്നോട് ക്ഷമിക്കാം, ഇവിടെ പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്യാം. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ സാധാരണ ഒരു 60 വയസ്സിന് മേലുള്ള ആൾക്കാരൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ചാനൽ ഏതാണെന്ന് വെച്ചാൽ ഒരേ ശബ്ദത്തിൽ പറയും, ഫാഷൻ TV. കണ്ട എല്ലാ വയസ്സായ ആൾക്കാരൊക്കെ ഇട്ട് താങ്ങുക. അപ്പോൾ ഇവര് ഫാഷൻ TV കാണാന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു കോമഡി ഉണ്ട്. ഇപ്പോൾ ഒരു TV ഇങ്ങനെ വെച്ചിട്ട് ഒരു മകൻ ഇരുന്ന് ഇങ്ങനെ TV വെച്ചിരുന്നു, ചെറുമകൻ TV വെച്ചോണ്ടിരുന്ന ഫാഷൻ TV വന്നു. അപ്പോൾ അപ്പൂവൻ ഓടി വന്നു. ഉടനെ ഇതങ്ങ് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ തന്നെ അപ്പൂവൻ പറഞ്ഞു, മക്കളെ അത് നിർത്തട, എന്തുവാ സംഭവം, എന്തുവാ അത് പിന്നെ അപ്പൂപ്പ ഇത് പാവപ്പെട്ട ആൾക്കാരുടെ പിന്നെ പരിപാടിയാണ്, അത് കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് പോയി. കിളവൻ വീണ്ടും എടുത്ത് ഓൺ ചെയ്തു.
ഓൻ ചോദിച്ചു അത് കൊള്ളാല്ല അത് കുഴപ്പമില്ല. ഉടനെ തന്നെ മകൻ കയറി വന്നു. അപ്പോ ഇതെന്ത് ഇങ്ങനെ വച്ചോണ്ടിരിക്കുന്ന? അല്ല മക്കളെ, നീ പാവപ്പെട്ട ആൾക്കാരെ എന്ന് പറഞ്ഞില്ലേ, ഇതിലും പാവപ്പെട്ട ആൾക്കാരുടെ പരിപാടി ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് കാണാനാണ് താല്പര്യം. ഒരുപക്ഷെ ഈ ചാനൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിന്റെ കോമഡി വേർഷനാണ്. ആരെയും വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല. ആദ്യം ആ പയ്യന്മാരുടെ നടത്താം ഫാഷൻ ഷോയിൽ വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ നടക്കുന്നു എന്നുള്ളത് രണ്ടാമത് ഞാൻ അവതരിപ്പിക്കും. ആദ്യം ആ പയ്യന്മാരുടെ നടത്താം. റെഡി? മ്യൂസിക്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഈ ആംഗ്യ ഭാഷ കാണിക്കുന്നത് നടക്കുന്നു എന്നുള്ളതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് ഭൂമാഫിയ വസ്തു ബ്രോക്കേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും ഈ ആംഗ്യ ഭാഷ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? റെഡി? മ്യൂസിക്. അവിടെ ചെല്ലുമ്പോൾ വോളിയം കുറയ്ക്കണം. റെഡി? ഒരാഞ്ഞില് 2 തെങ്ങ് ബിസിനസ് ഓക്കെ. ഇനി നമ്മൾ കൗതുകപൂർവ്വം നോക്കിയിരിക്കുന്ന പെൺകുട്ടികളുടെ നടത്തിയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അന്ന നട, എന്താ നടത്തേന്നറിയോ? അതന്നെ, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ ചേച്ചിമാരൊക്കെ നന്നായിട്ടൊന്ന് പരിശ്രമിച്ച് ആ സ്റ്റൂളിൽ കയറി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മറിഞ്ഞു വീഴും. എന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ പഠിക്കാന്നുള്ളതേ ഉള്ളൂ. നല്ല രസമാണ് ആ പെൺകുട്ടികളുടെ നടത്ത. എന്തിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ നടക്കുന്നു എന്നുള്ളത് രണ്ടാമത്. റെഡി? മ്യൂസിക്. ഇനി എന്തുദ്ദേശത്തോടു കൂടിയാണ് അവരങ്ങനെ നടക്കുന്നു എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ വോളിയം കുറയ്ക്കണം. റെഡി? മ്യൂസിക്. ഇവിടെ എങ്ങനെയുണ്ട്? ഈ വശം എങ്ങനെയുണ്ട്? എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സോങ്ങിലേക്ക് എടുക്കാൻ സുരാജിനെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും. നമുക്ക് ഈ ഒരു ആഘോഷമാക്കി മാറ്റിയതിന് സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന കലാകാരൻ നമുക്ക് വേണ്ടി ഈ നിമിഷം ഇവിടെ എത്തിയതിന്, മമ്മൂക്ക ഈ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം സുരാജ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നവരാണ് ഇവരെല്ലാവരും. ഈ കാത്തിരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് യെസ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് വിത്ത് സുരാജ് തുടങ്ങാം. റെഡി? അതിനു മുമ്പ് പിന്നെ നമ്മുടെ മലയാള സിനിമയുടെ മമ്മൂക്കയെ വെച്ചൊക്കെ സിനിമ ചെയ്തിട്ടുള്ള, ഒരുപാട് സിനിമ ചെയ്ത് ഹിറ്റാക്കിയിട്ടുള്ള മിസ്റ്റർ പ്രമോദ് പപ്പൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റേജിൽ വന്ന് നിങ്ങളെയൊക്കെ കണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ പ്രിയ ജ്യേഷ്ഠ സുഹൃത്തുക്കൾ കൂടിയായ അദ്ദേഹത്തിനും. 2 പേരാണ് പ്രമോദ് പപ്പൻ.
जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तब शुभ नामे गाहे तब शुभ आशीष माहे गाहे तब जय गाथा जनगण मंगल नायक जय भारत भाग्य विधाता जय हे जय हे जय हे जय This song is dedicated to all the people in the nation. And this sun is shining all over the world for everybody. So don't let the sun go down. It's my address if you wanna be blessed. Look to the sun, put off your dress. Kiss and caress if you wanna be blessed. Believe me, super girl, yes, you're gonna be impressed. I am the best, don't need the mess. I wanna put your body straight down to the desk. I must confess, you're my princess. I'm just a willing chilling in the room.